കൊച്ചി താന്തോണി തുരുത്തുകാർ വീണ്ടും ദുരിതത്തിൽ. വേലിയേറ്റം മൂലം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തുരുത്ത് നിവാസികൾ GID ഓഫീസിന് മുന്നിലാണ് കഴിയുന്നത്. കലക്ടറുമായുള്ള ചർച്ചയിൽ കഴിഞ്ഞ മാസം 30-നകം ഔട്ടർ ബണ്ട് നിർമ്മാണം ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇത് നടക്കാതെ വന്നതോടെയാണ് പുലർച്ചെ 3 മുതൽ ജനങ്ങൾ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫീസിലേക്ക് എത്തിയത്. കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ ചേരുന്നു. കൃഷ്ണപ്രിയ, എന്താണ് സാഹചര്യം? ഇന്ന് വെളുപ്പിനെ 3 മണി മുതലാണ് ഈ താന്തോണിത്തുരുത്തിലെ ജനങ്ങളെല്ലാവരും ജിഡ ഓഫീസിന് മുന്നിലേക്ക് എത്തിയത്. വീടുകളിൽ വേലിയേറ്റത്തെ തുടർന്ന് വെള്ളം കയറിയതിനെ തുടർന്ന് സ്ഥിതി രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇങ്ങോട്ടേക്ക് എത്തിയത്. കഴിഞ്ഞ മാസം 19-ാം തീയതിയും ഇതേ രീതിയിലുള്ളൊരു പ്രതിഷേധം ഈ ജനങ്ങൾ നടത്തിയിരുന്നു. ഇത് കുറച്ചേറെ നാളുകളായി തന്നെ ഇവരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കൊക്കെ നീങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. തുടരെ വെള്ളം കയറുന്നത് മൂലം ഇവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത, വെളുപ്പിനെ എല്ലാം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിഷേധവുമായി എത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ ജിഡ ഓഫീസിന് മുന്നിലേക്ക് എത്തിയപ്പോൾ ഈ കൈക്കുഞ്ഞുങ്ങളുമായി ഒരുപാട് കുടുംബങ്ങൾ, 60ഓളം കുടുംബങ്ങളാണ് ഈ താന്തോണി തുരുത്തിൽ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ താന്തോണി തുരുത്തിൽ താമസിക്കുന്നത്. അവരെല്ലാം ഇത്തരത്തിൽ എത്തിയപ്പോൾ കളക്ടറും അതുപോലെ തന്നെ MLAയും അടക്കമുള്ള ആളുകൾ എത്തി ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇവർ അവിടുന്ന് പിരിഞ്ഞു പോയത്. പിന്നീട് ഉന്നതതല യോഗം, ഈ കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നതതല യോഗമെല്ലാം നടത്തിയിരുന്നു. അതിൽ കഴിഞ്ഞ മാസം 30, അതായത് നവംബർ 30-നകം ഈ താന്തോണിത്തുരുത്തിന് ചുറ്റും ഔട്ടർ ബണ്ട് നിർമ്മിച്ചു നൽകാം എന്ന ഒരു ഉറപ്പ് നൽകിയിരുന്നു കളക്ടർ. അതിനുവേണ്ടി CRZ അധികൃതരുടെ അനുമതിയും മേടിക്കാം എന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളിലൊന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാവാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പലതവണ ചർച്ചകൾ നടത്തിയതാണ്, പലതവണ കളക്ടറുമായി എല്ലാം യോഗം വിളിച്ചതുമാണ്. പക്ഷേ ഇപ്പോഴും ഈ ഔട്ടർ ബണ്ട് നിർമ്മിക്കുന്നതിലുള്ള സാങ്കേതിക തടസ്സം എന്ന് പറയുന്നത് CRZന്റെ അനുമതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇതുവരെയും ഒന്നുമാവാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൈക്കുഞ്ഞുങ്ങളുമായി അടക്കം ഈ 60ഓളം കുടുംബങ്ങൾ ജിഡ ഓഫീസിന് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആതിര. ശരി, കൃഷ്ണപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്.